RSSന്റെ പരിപാടിക്ക് VS അച്യുതാനന്ദൻ വരെ പങ്കെടുത്തിട്ടുണ്ട്. അതായത് പരമേശ്വർജിയുടെ പുസ്തക പ്രകാശനം, അതായത് വിവേകാനന്ദൻ പ്രബുദ്ധ കേരളവും എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം തിരുവനന്തപുരം ഹസൻ മറക്കർ ഹാളിൽ, AK സെൻറ്ററിന് തൊട്ടടുത്തുള്ള ഹാളാണ്. അവിടെ അത് പ്രകാശിപ്പിക്കുമ്പോൾ അവിടെ ആ ചടങ്ങിൽ ഞാനും പങ്കെടുത്തതാണ്. അപ്പോൾ ഞാൻ കാണുകയാണ് ഈ പറയുന്ന നേതാക്കളെല്ലാം വന്നിട്ടുള്ളത്. VD സതീശനും ഇതേ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിരവധി രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ, രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. അത് ചിലപ്പോൾ വിചാരകേന്ദ്രത്തിൻ്റെ പരിപാടിക്കായിരിക്കും, സേവാഭാരതിയുടെ പരിപാടിക്കായിരിക്കും, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും BMSൻ്റെയോ സുജാ പാർവതി പങ്കെടുത്തത് BMSൻ്റെ പരിപാടിക്കാണ്. അങ്ങനെ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുണ്ടോ? RSSന്റെ പരിപാടിയിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ പങ്കെടുക്കാൻ പാടില്ല. അങ്ങയുടെ നിരീക്ഷണം ഈ കാര്യത്തിൽ എന്താണ്? ഇതിനകത്ത് പ്രിയൻ ആദ്യം ചോദിച്ചത് കുറ്റവാളിയാണോ ഇല്ല കുറ്റമാണോ എന്നല്ലേ ചോദിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും വലിയ ആദ്യത്തെ കുറ്റവാളി ആരാന്നറിയാമോ? മഹാത്മാഗാന്ധിജിയാണ്. കാരണം മഹാത്മാഗാന്ധി വാർധയിൽ നടന്ന ഹെഡ്ഗേവാറിൻ്റെ സാന്നിധ്യത്തിലുള്ള RSS ക്യാമ്പിൽ അദ്ദേഹം പോയി സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഒരു മാസം കഴിഞ്ഞ് സെപ്റ്റംബർ 16, അതായത് ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം കഴിഞ്ഞിട്ട് അതിൻ്റെ മൂർധന്യ സമയത്താണ്, ആ ചോരയുടെ മണം ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന സമയത്താണ് ഡൽഹിയിലുള്ള ഭാങ്കി കോളനിയിൽ RSSൻ്റെ 500 പേര് പങ്കെടുത്ത RSSൻ്റെ മീറ്റിങ്ങിൽ പോയി ഗാന്ധിജി പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഗാന്ധിജി പ്രസംഗിച്ചപ്പോൾ ആദ്യം RSSൻ്റെ ഡിസിപ്ലിനെക്കുറിച്ചും അതേപോലെ തന്നെ തീണ്ടലില്ലായ്മയെക്കുറിച്ചും അതേപോലെ അതിൻ്റെ സിംപ്ലിസിറ്റിയെക്കുറിച്ചും ലാളിത്യത്തെക്കുറിച്ചുമൊക്കെ പ്രശംസിച്ചു. അതിനുശേഷം പറഞ്ഞു, എത്ര തന്നെ വളരെ ശക്തമായ സംഘടനയാണെങ്കിലും അതിൻ്റെ ലക്ഷ്യത്തിൽ ശുദ്ധിയില്ല എങ്കിൽ, പ്യൂരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അത് മനുഷ്യ സമൂഹത്തിനും രാജ്യത്തിനും ഒക്കെ വലിയ അപകടമായി തീരും എന്ന് പറയും. അപ്പോൾ അവിടെ നിന്ന് ചില പങ്കെടുത്തവരിൽ ചില ചോദ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ധൈര്യപൂർവ്വം ഗാന്ധിജി 500 പേര് പങ്കെടുത്ത RSSൻ്റെ വേദിയിൽ പോയി നിന്നിട്ടാണ് അവരുടെ നല്ല വശം ഉയർത്തി കാണിച്ചു. അതേ സമയത്ത് അവരുടെ ലക്ഷ്യത്തിൽ പ്യൂരിറ്റി ഇല്ല എങ്കിൽ അത് വിനാശത്തിലേക്ക് നയിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. RSSന് എന്തെങ്കിലും പ്യൂരിറ്റി ഇല്ലായ്മയുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞു വന്നത് ഗാന്ധിജി RSSൻ്റെ വേദിയിൽ പങ്കെടുത്ത് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. എന്നിട്ട് ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, ഈ ദുഷ്പ്രവൃത്തികൾ, ഈവിൾ ഡൂവേഴ്സിനെ, അതായത് ദുഷ്പ്രവൃത്തി കാണിക്കുന്നവരെ കൊല്ലുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിൻ്റെ കാരണം ഗാന്ധിജി എപ്പോൾ നടക്കുമ്പോഴും കക്ഷത്തിൽ ഭഗവത്ഗീത ഉണ്ടാകുമായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധർമ്മവും അധർമ്മവും തമ്മിൽ ഉള്ള യുദ്ധമാണല്ലോ. അപ്പോൾ അധർമ്മികളെ കൊല്ലുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ഗാന്ധിജി പറഞ്ഞ മറുപടി, അത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്, വ്യക്തികളുടെ അല്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഏത് വേദിയാണെങ്കിലും നമുക്ക് പറയാനുള്ള ആശയങ്ങളെ സംബന്ധിച്ചിട്ട് വ്യക്തതയും ധൈര്യവും ഉണ്ടെങ്കിൽ ഏത് വേദിയിൽ പോയിട്ടും നമുക്ക് പങ്കെടുക്കാം. അതാണ് ഗാന്ധിജി എന്ന് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ഉദാഹരണം. ഇത് മറ്റെല്ലാവരേക്കാളും കൂടുതൽ ഇത് അറിഞ്ഞിരിക്കേണ്ട വ്യക്തികൾ കോൺഗ്രസ്സുകാരാണ്, അല്ലേ? ഇപ്പം നേരത്തെ പറഞ്ഞപ്പം P. പരമേശ്വരൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ VD സതീശനും പങ്കെടുത്തിട്ടുണ്ട്. P. പരമേശ്വരജിയുടെ പുസ്തക പ്രകാശനവും പരമേശ്വരിയുമായിട്ടുള്ള ഡിസ്കഷൻസും വിവാദങ്ങളും ഒക്കെ ഈ ഇപ്പോൾ P. ഗോവിന്ദപിള്ളയും പരമേശ്വരജിയും തമ്മിലുള്ള ബന്ധം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവരൊക്കെ രാഷ്ട്രീയമായി വിരുദ്ധമായ ചേരികളിൽ നിൽക്കുന്നവരാണ്. ഒരു കോംപ്രമൈസും ഒരു വേദിയില്ല. പക്ഷേ അവരൊക്കെ തമ്മിലുണ്ടായിരുന്ന ഒരു ബഹുമാന്യതയും സൗഹൃദവും, വ്യക്തിപരമായിട്ടുള്ള സൗഹൃദവും, അതോടൊപ്പം തന്നെ അവരുടെ ചിന്തകൾ, ഇപ്പോൾ മാതൃഭൂമി വീക്കിലൊക്കെ ദീർഘമായ ഡിസ്കഷൻസ് ആയിരുന്നു. പരമേശ്വരജി പങ്കെടുക്കുന്നു, അതിന് മറുപടിയായിട്ട് P. ഗോവിന്ദപിള്ള പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഒരു സാംസ്കാരിക അന്തരീക്ഷം ഒന്ന് കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അന്തരീക്ഷത്തിൽ അവർക്ക് അത് കാരണം അവർക്ക് എവിടെയും ഒന്നിച്ചൊരു വേദി പങ്കിടുന്നതിന് അവർക്ക് ഒട്ടും സംശയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നുള്ള സംശയം വരുമ്പോഴാണ് ഈ വേദിയിൽ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മളെക്കുറിച്ച് നല്ല ഉറപ്പുണ്ടെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ കൂടെ മദ്യഷാപ്പിൽ പോകുന്നു. ഇപ്പം നിങ്ങൾ മദ്യപിക്കത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സുഹൃത്തിനോട് അത്യാവശ്യം പോകുന്ന വെച്ചാൽ ദോഷമൊന്നുമില്ല. മറിച്ച് ആരെങ്കിലും എന്നെക്കുറിച്ച് ഇന്നത് വിചാരിക്കുമോ, ഞാൻ മദ്യഷാപ്പിൽ കയറുന്നത് പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു, അല്ലേ? ഞാൻ പറഞ്ഞ മദ്യഷാപ്പിൻ്റെ ഉദാഹരണം ഇതായിട്ട് താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, നമ്മുടെ നിലപാടുകളെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, നമ്മളുടെ ഈ കൺവിക്ഷനിലാണ് നമ്മുടെ
ഏറ്റവും നമ്മളുടെ ആ സത്യസന്ധത ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ വ്യക്തിപരമായിട്ട് എന്ത് വരും എന്നുള്ള ചിന്ത വരുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. അതല്ലെങ്കിൽ ഏത് വേദിയിൽ പോയിട്ടും പറയാം. സാർ, ഈ പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത്. അരുന്ധതി റോയ് ഒരിക്കൽ പരസ്യമായിട്ട് ഇന്ത്യയിൽ ചോദിച്ചതാണ്, ഈ പറയുന്ന മാവോയിസ്റ്റുകളുമായിട്ട് സൗഹൃദം പങ്കിടുന്നത് കുറ്റമാണെങ്കിൽ അവരുമായി സംഗീതത്തെ പറ്റി സംസാരിച്ചാലോ സംഗീതം പങ്കുവച്ചാലോ അതും കുറ്റമാണോ? ഉദാത്തമായ ജനാധിപത്യ മാതൃകകളൊക്കെ പറയുന്നവരാണ്. പക്ഷേ അവരുടെയൊക്കെ ഒപ്പം നിൽക്കുന്ന ഈ പറയുന്ന കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകൾക്കും RSSനെ അയിത്തം കൽപ്പിക്കുകയും മാവോയിസ്റ്റുകൾ കുഴപ്പമില്ല എന്ന് പറയുന്നതും ചെയ്യുന്നതിൻ്റെ ഇരട്ടത്താപ്പാണ് പ്രശ്നമായിട്ടുള്ളത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം മോഹൻ ഭഗവത് തന്നെ, ഇപ്പോൾ മോഹൻ ഭഗവതിൻ്റെ ഈ അടുത്ത കാലത്ത് നടത്തിയ പ്രസ്താവന, മുസ്ലിങ്ങൾ അങ്ങോട്ടും പോകേണ്ടവരല്ല, അത് ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ മക്കളാണ് മുസ്ലിങ്ങൾ എന്നുള്ളത് മോഹൻ ഭഗവത് പറയുകയും ഇവിടുത്തെ അബ്ദുള്ള പരസ്യമായിട്ട് അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു കേരളത്തിൽ, അല്ലേ? പല മുസ്ലിം പണ്ഡിതരും അതിനെ സ്വാഗതം ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ അവരുടെ നിലപാട്, ഇപ്പോൾ RSSൻ്റെ നിലപാടിൽ ഇത് പരസ്യമായിട്ട് ഇദ്ദേഹം പറയുകയുണ്ടാവുന്നു. അപ്പോൾ ഇവിടെ മോഹൻ ഭഗവത് പലതവണ പറയുന്നുണ്ട്, ഈ ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഗാന്ധിജിയും അത് തന്നെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഈ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആശയങ്ങൾ, ഇപ്പം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് അവരുടെ നിലപാടുകളിൽ വ്യക്തതയുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സംവാദത്തിന് പോകണം. ഇതൊരു മോശമായ ഒരു ക്യാരക്ടറാണത്. നമുക്ക് തന്നെ ഒരു ആശയപരമായിട്ട് ഒരു അടുപ്പമോ അല്ലെങ്കിൽ യോജിപ്പോ ഇല്ലാത്തവരുടെ വേദിയിൽ നമ്മൾ പങ്കെടുക്കില്ല എന്ന് പറയുന്നത് ആത്മവിശ്വാസക്കുറവുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഇപ്പോൾ മാവോയിസ്റ്റുകളുടെ കാര്യം പറഞ്ഞു, എന്തുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഈ തീവ്രവാദികളോട്ട് നമുക്ക് സംസാരിച്ചുകൂടാ? മനുഷ്യരല്ലേ അവർ. അപ്പോൾ ഈ തീവ്രവാദികളായിക്കോട്ടെ മാവോവാദികളായിക്കോട്ടെ അവരെ വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് അവരുമായിട്ടൊരു സംഭാഷണത്തിന് ഒരവസരം ഉണ്ടാക്കുക, അവരോട് സംസാരിക്കുക. മനുഷ്യൻ്റെ സാധ്യത അത്രയാണ്. LTTയുമായിട്ട് നിരന്തരം ഇന്ത്യയിലുള്ള പല ബുദ്ധിജീവികളും മാധ്യമപ്രവർത്തകരും പോയി മീറ്റിങ്ങുകൾ നടത്തുമായിരുന്നു, അവരുമായിട്ട് സംവാദങ്ങളിൽ ഏർപ്പെടുമായിരുന്നു. ഇവിടെ നമ്മുടെ വീരപ്പൻ ഉണ്ടായിരുന്നല്ലോ, വീരപ്പനുമായിട്ട് വരെ ആൾക്കാർ പോയി സംസാരിക്കില്ലായിരുന്നു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ മനുഷ്യനും തമ്മിൽ സംസാരിക്കുന്നതിന് എന്തിനാണ് ഒരു വേർതിരിവെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൽ കുറേ മാവോയിസ്റ്റുകളെ വെറുതെ പിടിവെച്ചു വന്നു, അല്ലേ? സത്യം പറഞ്ഞാൽ എന്ത് കഷ്ടമാണ് അതൊക്കെ. അപ്പോൾ അവർ മാവോയിസ്റ്റുകളുണ്ടെങ്കിൽ അപ്പോൾ അവരുമായിട്ട് സമീപിക്കാവുന്ന വ്യക്തികളുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണൂർ സ്വദേശിയാണ് രാജഗോപാൽ. ഇപ്പോൾ പണ്ടൊക്കെ ഞങ്ങളൊക്കെ 80കളിലൊക്കെ ഈ ഡൽഹിക്ക് ട്രെയിനിൽ പോകുന്ന സമയത്ത് മധ്യപ്രദേശ് ചമ്പൽ പ്രദേശമാകുമ്പോഴത്തേക്ക് പോലീസുകാരും കയറും, ഷട്ടറുകളെല്ലാം ഇടും. മനസ്സിലായി? എൻ്റെ കാരണം 80കളുടെ തുടക്കത്തിൽ. അതിൻ്റെ കാരണം എന്താണ്? ചമ്പൽക്കാടുകളിൽ ഭയങ്കര കൊള്ളക്കാരും ഭൂലാൻ ദേവിയുടെയൊക്കെ നേതൃത്വത്തിൽ കൊള്ള നടക്കുന്ന സ്ഥലമാണ്. അവിടെ ഈ നമ്മുടെ കണ്ണൂർക്കാരനായ രാജഗോപാൽ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗാന്ധിയൻ സംഘടനയാണ് ചമ്പൽ കൊള്ളക്കാരുമായിട്ട് സംസാരിച്ച് അവസാനം ഈ ഭൂലാൻ ദേവി ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് ആയുധങ്ങൾ 80കളുടെ മധ്യത്തിൽ ആയുധങ്ങൾ കീഴെ വെച്ച് ഭൂലാൻ ദേവി പിന്നെ മെയിൻ സ്ട്രീം രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, പാർലമെൻറ്റ് മെമ്പറാവുന്നു, സമൂഹത്തിൻ്റെ ഭാഗമാകുന്നു. അവരങ്ങനെ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചമ്പൽക്കാടിലെ ആ വലിയ ചമ്പൽ കൊള്ളക്കാരൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊള്ളസംഘമായിരുന്നു, മനസ്സിലല്ലേ? അതുപോലും ചർച്ചകളിലൂടെ അവരെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി. ഇത് മനുഷ്യരുടെ മുമ്പിൽ സോഷ്യൽ എഞ്ചിനീയറിങ്ങിലും മറ്റുമൊക്കെയുള്ള ഏറ്റവും വലിയ സാധ്യതയാണത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മൾ ഒരു RSSുമായിട്ട് ഇപ്പം ആശയപരമായിട്ട് ഉണ്ടാവണമല്ലോ. അതുകൊണ്ടല്ലേ വ്യത്യസ്തത വരുന്നത്. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണല്ലോ. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും സാമൂഹികമായ ആശയങ്ങൾ രൂപപ്പെടുത്തി ആ ആശയങ്ങൾ തമ്മിലുണ്ടാകുന്ന ഒരു സംവാദത്തിലൂടെയൊക്കെയാണ് പുതിയ സാധനങ്ങൾ വരിക. അതൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ള അങ്ങനെയാണ് സാംസ്കാരികമായ ഒരു സമൂഹം ഉയർന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് RSSൻ്റെ വേദിയിൽ പോയിട്ട് ഇപ്പം എന്തുകൊണ്ട് പിണറായി വിജയൻ സംസാരിച്ചുകൂടാ? എന്തുകൊണ്ട് VD സതീശൻ സംസാരിച്ചുകൂടാ? അതുപോലെ എന്തുകൊണ്ട് ഒരു ചർച്ച നടക്കുമ്പോഴത്തേക്ക് CPMൻ്റെ വേദിയിലേക്ക് RSSകാരനെ വിളിച്ചുകൂടാ? അല്ലെ മുസ്ലിം ലീഗുകാരനെ വിളിച്ചുകൂടാ? അല്ലേ? ഞാൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒപ്പം പോയി ചർച്ച ചെയ്തിട്ട് വരുന്ന ആളാണ്. ഞാൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെ വിളിക്കുക, ജമാഅത്തെ ഇസ്ലാമിയായിട്ട് സംസാരിക്കുക. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയെ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ RSSൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കുക. നിങ്ങളുടെ ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാട് എങ്ങനെയാണ്? നിങ്ങൾ രാഷ്ട്രീയവും മതവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുത്തുന്നു? മതവും രാഷ്ട്രീയവും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? മതങ്ങളിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരേണ്ട മൂല്യങ്ങൾ എന്ത്? രാഷ്ട്രീയത്തിൽ നിന്ന് മതങ്ങൾ ഉൾക്കൊള്ളുന്ന സംഗതി എന്ത്? സാമൂഹികമായിട്ട് എങ്ങനെയാണ് ഈ മതത്തിൻ്റെ തെളിച്ചവും രാഷ്ട്രീയത്തിൻ്റെ സാമൂഹിക ആവശ്യവും തമ്മിൽ സന്ധിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കണം, ചർച്ച ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ചർച്ച ചെയ്യാം, RSSുമായിട്ട് ചർച്ച ചെയ്യാം.
ഈ ചർച്ചയ്ക്ക് എന്തിനാണ് പേടിക്കുന്നത്? അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു അന്തരീക്ഷം ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കൂ. അത്തരത്തിലൊരു അന്തരീക്ഷം ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ എത്ര കൊലപാതകങ്ങളിലുണ്ടാവും, ഇല്ലേ? ഇപ്പം നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളും RSS നേതാക്കളും ഈ ലീഗ് നേതാക്കളും എല്ലാ നേതാക്കൾ തമ്മിൽ നല്ല ബന്ധമാണ്. അതെ, തല പോകുന്നത് ഈ പറഞ്ഞതുപോലെ അണികളുടെയാണ്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ കണ്ണൂർ എത്ര പേരുടെ കഴുത്തിൻ്റെ മുകളിലാണ് തലയിരിക്കുന്നത്? അത് ഇവിടുത്തെ പിണറായി വിജയനും അവിടുത്തെ RSS നേതൃത്വവും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? അപ്പോൾ ആരുടെയൊക്കെ കഴുത്തിൻ്റെ മുകളിലാണ് തലയുള്ളതെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആ ധാരണ ഇല്ലായിരുന്നെങ്കിൽ കുറേ കഴുത്തുകളുടെ മുകളിൽ തല ഉണ്ടാവില്ലായിരുന്നു, അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഇതിനെ പരസ്യമാക്കിക്കൂടാ? നിങ്ങൾ ഈ നേതൃത്വ തലത്തിൽ രഹസ്യമായിട്ട് എല്ലാവരും നല്ല ബന്ധത്തിലാണ്. പക്ഷേ അതിനെ തുറന്ന ഒരു വേദിയിലേക്ക് ചർച്ചയ്ക്ക് വരട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിപ്പോൾ ഈ ഒരു വേദിയിലേക്ക്, ഇപ്പോൾ RSSൻ്റെ വേദിയിലേക്ക് 3 വൈസ് ചാൻസലർമാർ പോകുന്നു, അതല്ലെങ്കിൽ അത് വലിയ ചർച്ചാ വിഷയമാകുന്നു. അപ്പോൾ ഇതിലൂടെ സമൂഹത്തിലേക്ക് പകരുന്ന ഒരു ധാരണയുണ്ട്, നമുക്ക് ഇഷ്ടമില്ലാത്തവരുടെ അടുത്തേക്ക് കയറാൻ പാടില്ല, ഇഷ്ടമില്ലാത്ത നമ്മളുടെ ആശയത്തിനോട് യോജിക്കാത്ത, അതൊരു എക്സ്ക്ലൂസിവിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലേ? നമ്മളുടെ ആശയത്തിനോട് യോജിക്കാത്ത ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ ബന്ധപ്പെടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു കൾച്ചറൽ ഇമ്പാക്റ്റ് വ്യക്തികളിൽ ഉണ്ടാവുക. സാംസ്കാരികമായി അറിയാതെ നമ്മുടെ അബോധ മനസ്സിലേക്കും അല്ലെങ്കിൽ ഉപബോധ മനസ്സിലേക്കും ഒന്ന് പതിക്കുന്ന ഒരു സംഗതി ഇതാണ്. എൻ്റെ ആശയത്തിനോട് യോജിക്കാത്ത വ്യക്തികളെടുത്ത് ഞാൻ യോജിക്കത്തില്ല. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഇൻക്ലൂസിവിറ്റിയെക്കുറിച്ചിട്ടും ഈ ജനായത്ത സംവിധാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ സംസാരിക്കും. അത് ഒരു ആശയ വ്യക്തതയുടെ കുറവ് കൊണ്ടാണ് സാധനം. അതുകൊണ്ട് ഇവിടെ ഈ ഒരു വേദി പങ്കിടുന്നതുകൊണ്ടൊന്നും ഒരിക്കലും ഒരാളിപ്പോൾ RSSൻ്റെ വേദിയിൽ VD സതീശൻ പോയതുകൊണ്ട് അദ്ദേഹം RSSകാരനാകും, RSSൻ്റെ ഒരു നേതാവ് കോൺഗ്രസിൻ്റെ വേദി പങ്കിട്ടതിൻ്റെ പേരിൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനാകും? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? അപ്പോൾ ഇത്തരത്തിലുള്ള ശരിക്കും അബദ്ധധാരണയാണ്. ഈ അബദ്ധധാരണയിൽ നിന്ന് ഏറ്റവും അടിയന്തരമായിട്ട് ഇത്രയും കൂടുതൽ കേരളത്തിലുള്ള മലയാളികളെ പോലെ ഇത്രയും വലിയ അബദ്ധധാരണയിൽ പിണഞ്ഞിടക്കുന്ന ഒരു സമൂഹം വരേണ്ടതൊന്നുമില്ല. നമ്മളത് പറയും. RSS വേദികളിൽ ഒന്ന് സാർ നിരീക്ഷിച്ചു നോക്കൂ. ഈ RSSൻ്റെ വേദികളിൽ ഈ കോൺഗ്രസ്സുകാർ വന്നത് വിവാദമായിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകൾ വന്നത് വിവാദമായിട്ടുണ്ട്. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകളുടെ വേദിയിൽ ഏതെങ്കിലും ഒരു RSSകാരനെ വിളിച്ചിട്ടുണ്ടോ? ഈ കോൺഗ്രസ്സുകാരെ വിളിക്കാറുണ്ടോ? കാരണം ഇവർക്ക് അങ്ങനെ ഒരു തുറന്ന ചർച്ച സാധ്യമല്ല. അടഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ മുഖമുള്ള കോൺഗ്രസ്സിനും CPMനും ഒരു RSSകാരൻ്റെ ചോദ്യങ്ങൾക്കോ അവൻ പറയുന്ന വ്യക്തമായ ആശയധാരയ്ക്കോ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ചുരുക്കം. അല്ല, ഇതിനകത്ത് അതൊരു പിന്നെ ആവേശികമാണെങ്കിൽ പോലും ഈ പറഞ്ഞ ചർച്ചയ്ക്ക് തയ്യാറാവണം. ഇപ്പോൾ ഞാൻ പറയില്ല, നേരത്തെ P. ഗോവിന്ദപിള്ളയും പരമേശ്വരജിയും തമ്മിലുള്ള ചർച്ച സാധ്യമായിരുന്നു. എന്തുകൊണ്ടാണ്? അവർക്ക് രണ്ടുപേർക്കും വ്യക്തതയുണ്ട്, അവർക്ക് രണ്ടുപേർക്കും മനോഹരമായിട്ട് ചർച്ചയിലേക്ക് കൊണ്ടുപോകാം. ആ ചർച്ച കേൾക്കുന്നവരിൽ ഈ പറഞ്ഞ പോലെ സങ്കുചിതത്വം അല്ല ഉണ്ടാകുന്നത്, അവരിൽ ആന്തരികമായിട്ടുള്ള സാംസ്കാരികമായിട്ട് വികാസം ഉണ്ടാകുമായിരുന്നു. ഈ കേട്ടിരിക്കുന്നവർ പരമേശ്വരജിയുടെ വാദങ്ങളും P. ഗോവിന്ദപിള്ളയുടെ വാദങ്ങളും രണ്ടും അതേപോലെ വിഴുങ്ങുകയല്ലേ ചെയ്യുന്നത്. കേട്ടിരിക്കുന്ന മനുഷ്യരെല്ലാം ചിന്താശേഷിയുള്ളവരാണ്. ഇങ്ങനെയാണ് ഓരോ വ്യക്തികളുടെയും ചിന്തയുടെ ഈ ചക്രവാളങ്ങൾ വികസിക്കുന്നത്. അപ്പോൾ അതിനുള്ള അവസരം ഉണ്ടാക്കണം. മറിച്ച് ഈ ഒരു ഡിബേറ്റ് സത്യം പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഡിബേറ്റാണ്, അല്ലേ? അപ്പോൾ ഇതുകൊണ്ട് വേറൊരു ഗുണം BJPക്ക് ഉണ്ടാകുന്നുണ്ട്. BJPക്കാണ് ഇതിൻ്റെ ഗുണം ഉണ്ടാക്കുന്നത്. കാരണം BJP ദേശീയ തലത്തിൽ അത് ഇവർക്ക് അതിൻ്റെ വിഡ്ഢിത്തരം ഇവർക്ക് മനസ്സിലാവുന്നില്ലാത്തതുകൊണ്ടാണ്. ആർക്ക്? ഈ കോൺഗ്രസ്സുകാർക്കും CPMകാർക്കും. BJP ദേശീയ തലത്തിൽ അവരെ അറ്റാക്ക് ചെയ്യുന്ന ആരാണ്? നെഹ്റുവിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? ഗാന്ധിജിയെ BJP ഏറ്റെടുത്തു, നെഹ്റുവിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇന്ന് എല്ലാവരും പറയുന്നത് നെഹ്റുവിയൻ കാഴ്ചപ്പാട്, നെഹ്റുവിയൻ സംസ്കാരം, നെഹ്റുവിയൻ കാലം, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പം നെഹ്റുവിയൻ കാഴ്ചപ്പാടിന് അവ്യക്തതയുണ്ട്, ഗാന്ധിക്ക് അവ്യക്തതയില്ല. മനസ്സിലായില്ലേ? നെഹ്റു എന്ന് പറഞ്ഞ അജ്ഞേയവാദിയായിരുന്നു, ആഗ്നോസ്റ്റിക് ആയിരുന്നു. കാര്യം അദ്ദേഹം നിരീശ്വരവാദിയല്ല, ഈശ്വരവാദിയല്ല, എന്നാൽ നിഷേധിക്കുന്നതുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരാണ് ഈ അജ്ഞേയവാദി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ അജ്ഞേയവാദി എന്നായിരുന്നു. അതേ സമയത്ത് ഭൗതികശാസ്ത്രത്തിൻ്റെ പാത പിന്തുടർന്ന മനുഷ്യനുമാണ്. അപ്പോൾ ഇത് ഇന്ത്യ എന്ന ഏഷ്യൻ രാജ്യത്തെക്കുറിച്ച്, പൗരാണിക സംസ്കാരത്തെക്കുറിച്ച് നെഹ്റു വാചാലനാകും. പക്ഷെ എന്താണ് ആ പൗരാണിക സംസ്കാരത്തിൻ്റെ അടിയിൽ ഉള്ളത് എന്നുള്ളത് അറിയുന്നതിൽ നെഹ്റു പരാജയപ്പെട്ടു. നെഹ്റു ഗാന്ധിജിയുടെ ആരാധകനായിരുന്നു. നെഹ്റുവിനെ പക്ഷെ അറിയാൻ ഗാന്ധിജിക്ക് പറ്റി, ഗാന്ധിജിയെ അറിയാൻ നെഹ്റുവിന് പറ്റിയില്ല. മനസ്സിലായില്ലേ?
അതേസമയത്ത് നെഹ്റുവിൻ്റെ ഇപ്പോൾ പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനം സ്ഥാപിച്ചതിലും ഒക്കെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്, നമ്മൾ നിഷേധിക്കാനും പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചരിത്രം ഇങ്ങനെ പോകുന്നത്, അല്ലേ? നെഹ്റുവിൽ തുടങ്ങി ഇന്നിപ്പം മോഡിയിൽ എത്തി നിൽക്കുന്നു. അടുത്ത 10-25 വർഷം കഴിയുമ്പോൾ വേറൊരു തലത്തിലായിരിക്കും വരുന്നത്. ഇതാണ് ചരിത്രത്തിൻ്റെ ഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു 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 വളരെ പുരോഗമനമായ രീതിയിൽ സാംസ്കാരികമായി ഉയരണമെന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു സംവാദത്തിൻ്റെ സ്ഥലം ആവശ്യമാണ്. അവിടെ ഈ അയിത്തം പാടില്ല. ഇവിടെ കേരളത്തിൽ ഏറ്റവും വലിയ അതൊരു പക്ഷേ CPM-ൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു 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 എന്താ പകർച്ചവ്യാധി പോലെ കോൺഗ്രസിനെയും ബാധിച്ചിരിക്കുന്നൊരു സാധനമാണത്. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഏത് വേദിയിലും പങ്കെടുത്തോട്ടെ. ഇപ്പോൾ ഒരാൾ ക്ഷണിക്കുകയാണ്, ഇപ്പോൾ RSSകാരൻ ഇവിടെ വരുന്നു, മോഹൻ ഭഗവതിൻ്റെ ഇവിടെ ഒരു മീറ്റിംഗ് വരുന്നു, VC-മാരെ ക്ഷണിക്കുന്നു, അതല്ല ഇവിടുത്തെ മന്ത്രിമാരെ ക്ഷണിക്കുന്നു. സൗകര്യം ഉണ്ടെങ്കിൽ പോവുക, അല്ലേ? അവിടെ പോയിട്ട് വ്യക്തമായിട്ട് പറയുക. ഉദാഹരണത്തിന് ഭാരതാംബ ക്ലാസിക്കൽ എക്സാമ്പിളാണ്. കഴിഞ്ഞ മന്ത്രിസഭയുടെ സമയത്ത് P. പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രി അവിടെ ചെന്നപ്പോഴത്തേക്കാണ് RSSകാരനായിട്ടുള്ള ഗവർണർ അർലേക്കർ ഭാരതാംബയുടെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തി. അപ്പോൾ അവിടെ നിന്നിട്ടാണല്ലോ കോൺട്രവേഴ്സി ആരംഭിക്കുന്നത്. മറിച്ച് എന്താണ് ഭാരതാംബ, ഭാരതത്തിനെ സംബന്ധിച്ചിട്ട് അമ്പ എന്താണെന്നും ഭാരതാംബയായിട്ട് എന്തിനാണ് കാണുന്നതെന്നും അവിടെ വെച്ച് 2 സ്പീച്ച് നടത്തിയിരുന്നെങ്കിൽ ഗവർണറുടെ ഗ്യാസ് ഔട്ടായിരുന്നു. മനസ്സിലായില്ലേ? ഭാരതം സ്ത്രീയെ വസുധയായിട്ടാണ് കാണുന്നത്. വസുധ എന്ന് പറഞ്ഞാൽ ഭൂമിയായിട്ടാണ് കാണുന്നത്, ഇന്ത്യയെ മാത്രമല്ല. ഭാരതാംബ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയെ മാത്രമായിട്ടല്ല കാണുന്നത്. ആ ചിത്രം നോക്കിയാലും അറിയാം. അപ്പോൾ വസുധയാണ് കാണുന്നത്. ആ വസുധയിൽ ജീവിക്കുന്നവരെല്ലാം വസുധൈവ കുടുംബകം എന്നാണ് ഭാരതീയ സംസ്കൃതി. ആ ഭാരതീയ സംസ്കൃതിയെക്കുറിച്ച് 2 വാചകം P. പ്രസാദിന് സംസാരിക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ ഗവർണർ പിന്നെ ഒരിക്കലും ഈ ഭാരതാംബയുടെ പടം എടുത്ത് പുറത്തു വയ്ക്കത്തില്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷിയില്ല. അപ്പോൾ അവിടെ പറ്റുന്ന എന്താണ്? ഒരു നിഷേധം. ആ നിഷേധം കൊണ്ട് എന്ത് സംഭവിച്ചു? ഭാരതാംബയ്ക്ക് കേരളത്തിൽ മുഴുവൻ ആരാധകരായി. പാലക്കാട്ട് ആരാധിക്കുന്നു, സെനറ്റ് ഹാളിൽ വീണ്ടും ഭാരതാംബയുടെ ചിത്രം വരാതിരിക്കുന്നു, കൊല്ലത്ത് അടുത്ത ഓണത്തിന് വീണ്ടും ഭാരതാംബയുടെ ചിത്രം വരയ്ക്കുന്നു, അല്ലേ? അപ്പം ഇവിടെ നേട്ടം ഉണ്ടാക്കിയത് BJP-യാണ്. ആ നേട്ടത്തിന് കാരണക്കാരനായതാരാണ്? P. പ്രസാദും പിന്നെ ശിവൻകുട്ടിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ BJP-യുടെ കേരളത്തിലെ ഐശ്വര്യം എന്ന് പറഞ്ഞത് ഇവിടുത്തെ CPM നേതാക്കന്മാരും ഇപ്പം നെഹ്റുവുമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.